മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ണനും ദുർഗ വിളമ്പി കൊടുക്കുകയാണ്. അത് കണ്ടുകൊണ്ടാണ് കരുണ വരുന്നത്. കരുണയെ കണ്ടതും തന്നെ കണ്ണൻ പറയുന്നുണ്ട്, എന്നാൽ ശരി, നീ ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പോൾ കരുണ പറയുന്നുണ്ട്, വേണ്ട, ഉണ്ണിയേട്ടനും ഞാനും കൂടി കഴിച്ചോളാം എന്ന് പറയണ കേട്ടോ. അതേസമയം ദുർഗ പറയും, അവർ പിന്നെ കഴിച്ചോളും മോനെ, നീ ഭക്ഷണം കഴിക്കുക എന്ന് പറയണ്. മോനെ, ഇവളോട് ഞാൻ അടുക്കളയിൽ കയറരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇവളുടെ മുത്തശ്ശി വല്ലതും കൊടുത്തു കഴിഞ്ഞാൽ അത് ഇവള് ഭക്ഷണത്തിൽ ചേർത്തും. ഇവളെ കാണുമ്പോൾ തന്നെ എനിക്ക് ആകെ ദേഷ്യവും പേടിയുമാണ്. എൻ്റെ വിശ്വേട്ടനെ കൊന്നവളാണെന്നുള്ള ഓർമ്മ വരികയാണ് എനിക്ക് എന്ന് പറയണം കേട്ടോ. അതിനുശേഷം മോൻ ഭക്ഷണം കഴിക്കുക എന്ന് പറയും. പിന്നീട് കണ്ണൻ പറയും, ആ കൊലപാതകത്തിൻ്റെ കൂടെ ഞാനും പോകുമെന്നാണ് അവർ കരുതിയിരുന്നത് എന്ന് പറയണ്. പിന്നീട് കണ്ണൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കി നിൽക്കുകയാണ് കേട്ടോ ദുർഗ. അതേസമയം കണ്ണൻ പറയുന്നു, കറികൾക്കൊക്കെ ഭയങ്കര ടേസ്റ്റ് ഉണ്ട് അമ്മേ എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് ദുർഗ ഇങ്ങനെ ആലോചിക്കുകയാണ്, പണ്ട് സ്കൂളിൽ നിന്നും വരുമ്പോൾ കണ്ണൻ വരുമ്പോൾ കാത്തിരിക്കുന്നതും പലഹാരങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ട് കണ്ണനെ പാല് കുടിപ്പിക്കുന്നതും ഭക്ഷണം വേണ്ട എന്ന് പറയുന്ന കണ്ണനെ നിർബന്ധിച്ച് കഴിപ്പിക്കുന്നതും എല്ലാം അങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. ദുർഗ ആലോചിച്ചിട്ട് കരയുകയാണ് കേട്ടോ. അതേസമയം കണ്ണൻ ചോദിക്കുക, എന്താ അമ്മ എന്തിനാ ഭക്ഷണത്തിന് മുൻപിൽ നിന്ന് കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ പറയും, മോനെ, ഞാൻ പഴയ കാര്യങ്ങൾ ആലോചിച്ചതാണ്. എൻ്റെ പ്രസവിച്ച 2 മക്കളെ പോലെ തന്നെ നീ എൻ്റെ മൂത്ത മോനായിരുന്നു. ഞാൻ നിന്നെ അങ്ങനെയാണ് സ്നേഹിച്ചിരുന്നത് മോനെ. എനിക്ക് എവിടെയോ എന്തോ തെറ്റുപറ്റി. വിശ്വേട്ടൻ മരിക്കുന്നത് വരെയും നിന്നെ ഞാൻ അങ്ങനെ കരുതിയിട്ടുള്ളൂ. എനിക്ക് എവിടെയോ ഒരു തെറ്റുപറ്റി എൻ്റെ മോനെ എന്നിങ്ങനെ പറഞ്ഞിട്ട് ദുർഗ കരയാണ് കേട്ടോ. അമ്മ ഈ പറയുന്നതൊക്കെ എനിക്ക് അങ്ങനെയാണ് ആഗ്രഹം. എൻ്റെ അമ്മ ആ പഴയ അമ്മയായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവാറുണ്ട് എന്ന് പറയണം കേട്ടോ കണ്ണൻ. അതെ മോനെ, ഞാൻ അതേ പഴയ അമ്മ തന്നെയാണ് നീ എൻ്റെ മൂത്ത മോനാണ് എന്ന് പറഞ്ഞ് ദുർഗ കരയാണ് കേട്ടോ. എനിക്ക് എവിടെയോ ഒരു തെറ്റ് പറ്റി എന്ന് പറയുമ്പോൾ കണ്ണൻ പറയും, അമ്മയ്ക്ക് സ്വത്തിനും പണത്തിനും ആഗ്രഹം കൂടി, അതുകൊണ്ടാണ് അമ്മ ആ സ്നേഹമൊക്കെ നഷ്ടപ്പെട്ടത് എന്ന് പറയുമ്പോൾ ദുർഗ പറയുന്നുണ്ട്, എൻ്റെ ആങ്ങള എന്ന് പറയണവനാണ് എന്നോട് പലതും പറഞ്ഞിട്ടാണ് ഞാനിങ്ങനെ ആയത് മോനെ. ഇനി ആ ദുഷ്ടന്മാരെ എനിക്ക് കണ്ടുപോകരുത്. അവർ ചെയ്തതിനുള്ള ശിക്ഷ അവർക്ക് കിട്ടണം എന്നിങ്ങനെ. പിന്നീട് ഉണ്ണിയോട് കരുണ അങ്ങനെ ചോദിക്കുന്നു കേട്ടോ, ഉണ്ണിയേട്ടാ, നമ്മുടെ ഈ മാറ്റം ശരിയാണോ എന്ന് ചോദിക്കും. ശരിയായിരിക്കും, കാരണം പണ്ട് ഭയങ്കര സ്നേഹമായിരുന്നു അമ്മയ്ക്ക്. പിന്നെ ഞങ്ങളുടെ അച്ഛനെ കൊന്നത് ആരാണ്? നീ അങ്ങനെയല്ലേ, അച്ഛനെ കൊന്നവളുടെ മോളല്ലേ, ആ ദേഷ്യം ഉണ്ടാകും. കണ്ണേരേട്ടൻ്റെ പഴയ സ്നേഹം തന്നെയാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. അപ്പോൾ ഇവർ നഷ്ടപരിഹാരമൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞില്ലേ ഉണ്ണിയേട്ടാ, എങ്ങനെയെങ്കിലും ഈ കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും നഷ്ടപരിഹാരത്തൊക്കെ ഒഴിവാക്കൂ എന്ന് ചോദിക്കും. ഇല്ല, ഒരിക്കലും ഞങ്ങൾ ഒഴിവാക്കില്ല എന്ന് പറയണം കേട്ടോ. ഞങ്ങൾ എവിടുന്ന് തരും ഉണ്ണിയേട്ടാ എന്നിങ്ങനെ പറയുമ്പോൾ അതൊന്നും എനിക്കറിയില്ല. 20 വർഷത്തെ കേസിൻ്റെ പ്രശ്നമല്ലേ, നഷ്ടപരിഹാരം വേണം, ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനെ നഷ്ടപ്പെട്ടതല്ലേ എന്നിങ്ങനെ ചോദിക്കണം കേട്ടോ. ശരി, അവർക്കൊന്നും വേണ്ടെങ്കിൽ ഉണ്ണിയേട്ടന് വേണോ ചോദിക്കും. തീർച്ചയായിട്ടും എനിക്ക് വേണം, എനിക്കത് കിട്ടിയേ തീരുള്ളൂ എന്ന് പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ കരുണ ആകെ വിചാരിക്കുകയാണ്, ഇതിങ്ങനെ ഒരു ഭർത്താവിന് ഉണ്ണിയേട്ടനൊരു മനുഷ്യനാണോ എന്നിങ്ങനെ ചോദിക്കണം കേട്ടോ. എൻ്റെ വീട്ടിലുള്ള സ്വത്തൊക്കെ എനിക്കല്ലേ ഉണ്ണിയേട്ടാ എന്ന് പറയുന്നത്, നിനക്കാണ് പറഞ്ഞിട്ട് കാര്യമില്ല. അതെനിക്കും കൂടി എൻ്റെ പേരിലുണ്ടെങ്കിലേ അതെനിക്കാവുള്ളൂ. ഞാൻ എത്ര കാലം നീ എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയില്ല. ബന്ധം ഒഴിവായി കഴിഞ്ഞാൽ നീയും നിൻ്റെ കുഞ്ഞുമാണ്, ഞാൻ അന്യനാണ്. അപ്പോൾ എൻ്റെ പേരിലുണ്ടെങ്കിൽ തന്നെ ഈ സ്വത്ത് എനിക്കുണ്ടാവുള്ളൂ എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ കരുണയ്ക്ക് ആകെ ഒരുതരം നിരാശയും കുറ്റബോധവും തോന്നുകയാണ് കേട്ടോ. നിങ്ങളൊരു മനുഷ്യനാണോ ചോദിക്കുക. അല്ല, ഞാൻ മനുഷ്യനല്ലടി, മൃഗമാണ് ഞാൻ. നീ മൃഗത്തിനെ കല്യാണം കഴിച്ചതെന്ന് വിചാരിച്ചാൽ മതി. എൻ്റെ അച്ഛനെ നിൻ്റെ അച്ഛൻ കൊന്നതാണ്, അത് ഓർമ്മയിരുന്നോട്ടെ നിനക്ക് എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് കരുണ പറയാണ്, ഇതിനേക്കാൾ നല്ലത് മഹാലക്ഷ്മിയെ ആ കണ്ണേട്ട പൊന്നു പോലെയാണ് നോക്കുന്നത് പറയുമ്പോൾ, ശരിയാടി, പൊന്നു പോലെ തന്നെ നോക്കുന്നത്. അയാൾക്ക് എല്ലാ കമ്പനികളും അതുപോലെ സ്വർണ്ണക്കടയും എല്ലാം ഉണ്ട്. അയാൾ പൊന്നു പോലെ തന്നെ നോക്കുന്നത്. പിന്നെ അയാളുടെ ഔദാര്യത്തിലാണ് ഞാൻ കഴിയുന്നത് എന്നുള്ള ഓർമ്മ നിനക്ക് ഇരുന്നോട്ടെ എന്ന് പറയും. നീ നിൻ്റെ അച്ഛൻ ഒറ്റൊരാൾ കാരണോടി ഞാൻ ഈ അവസ്ഥയിലായത്. എൻ്റെ അച്ഛനുണ്ട് പറഞ്ഞ് ഞാൻ ആ കമ്പനിയുടെയോ അല്ലെങ്കിൽ സ്വർണ്ണക്കടയുടെയോ തലപ്പത്തിരിക്കേണ്ടവനായിരുന്നു. നീ ഒറ്റൊരുത്തൻ നിൻ്റെ അച്ഛൻ കാരണമാണ്, അവരനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് പോകുകയാണ് കേട്ടോ. കരുണ അങ്ങനെ പറയുന്നുണ്ട്, എന്നാലും നിങ്ങളൊരു മനുഷ്യനാണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ദേഷ്യത്തോടെ കൂടി തന്നെ പോവുകയാണ്, നീ എന്താ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. പിന്നീട് ജയിലിൽ 2 പേരും കൂടി ഇരുന്ന് സംസാരിക്കണം. വാമദേവനും പ്രതാപനും കൂടി ഇരുന്നിങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. അതേസമയം ഇനി എന്ത് ചെയ്യും എന്നിങ്ങനെ പറയണ്. എൻ്റെ മോൾ എന്ത് ചെയ്യുന്നുണ്ടാവും അവിടെ പോയിട്ട്, ഒരു വിവരവും അറിയുന്നില്ല എന്നിങ്ങനെ പറയുമ്പോൾ
പ്രതാപനോട് വാമദേവൻ പറയുന്നുണ്ട്, അതിനെന്താണ് നീ വിഷമിക്കേണ്ട, അവൾക്ക് ഒരു കാര്യത്തിൽ സമാധാനിക്കാലോ. കാരണം കണ്ണൻ നടക്കുന്നില്ലല്ലോ. അവൾ കുഞ്ഞും കുടുംബവുമായിട്ട് ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അവൾക്ക് പഴയ പോലെ ദേഷ്യം ഇളകും. ഇളകിയിട്ട് അവൾ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് പ്രതാപൻ വാമദേവനോട് പറയുന്നത്. അതേസമയം വാമദേവൻ പറയുന്നുണ്ട്, അതിനെന്താണ്, അവൾക്ക് ഒരു കാര്യത്തിൽ സന്തോഷിക്കാലോ. കണ്ണൻ എന്തായാലും വീൽ ചെയറിലാണല്ലോ എന്ന് പറയുമ്പോൾ പ്രതാപൻ പറയും, വാമദേവ ഞാനൊരു കാര്യം പറയട്ടെ, അവൻ വീൽ ചെയറിലല്ല, അവൻ നടന്നിട്ട് ഞാൻ കണ്ടതാണ്, അവൻ എഴുന്നേൽക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ പ്രതാപനത് പറഞ്ഞതും തന്നെ വാമദേവൻ ആകെ അന്തമിട്ട് പോവുകയാണ് കേട്ടോ. ശരിയാണോ നീ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അന്ന് നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ. കേക്ക് മുറിക്കുമ്പോൾ ഞാൻ മഹാലക്ഷ്മിയെ കത്തി വെച്ചു എന്നും പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് എന്നെ അടിച്ചു എന്നും പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ വാമദേവനാകെ അന്തം വിടുകയാണ് കേട്ടോ. അപ്പോൾ അത് എൻ്റെ മേഘനും ഇതേപോലെ എന്തെങ്കിലും ചെയ്തിരിക്കുമോ, അവൻ കണ്ടിരിക്കും, അതുകൊണ്ടാണ് ഈ മേഘൻ ഒന്ന് എഴുന്നേറ്റ് കഴിഞ്ഞ് എന്താണെന്നെങ്കിലും അറിയുക എന്നിങ്ങനെ പറയണം. ഇനി മേഘൻ എഴുന്നേറ്റിട്ട് ഇനി എന്ത് അറിയാനുള്ളത്, ഇനി ഒന്നും അറിയാനില്ല എന്ന് പ്രതാപം പറയുകയാണ് കേട്ടോ. അതേസമയം ഈ ഡോക്ടറാണ്, തോമസ് വൈദ്യരാണ്, ഇവർ രണ്ടുപേരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ആൾക്കാരാണ് എന്ന് പറയണം കേട്ടോ പ്രതാപൻ. അതേസമയം വാമദേവൻ പറയുന്നത് ശരിയാണ്, മേഘനും ചെറിയൊരു മാറ്റമുണ്ട് എന്നിങ്ങനെ പറയണം കേട്ടോ. ഏതായാലും ശരി, കേസ് നടത്തിയിട്ട് നമ്മുടെ ഉള്ള പണം പോവാതെ എങ്ങനെയെങ്കിലും നമുക്ക് നോക്കാം, അത്ര തന്നെ, അല്ലാതെ വേറെ ഒരു കാര്യത്തിനും ഇനി ഞാനില്ല എന്ന് പറഞ്ഞിട്ട് പ്രതാപൻ ഇങ്ങനെ പറയണം കേട്ടോ. പിന്നീട് ദുർഗ ഇങ്ങനെ അടുക്കളയിൽ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കണം കേട്ടോ. അത് കണ്ടുകൊണ്ട് കരുണ അങ്ങോട്ടേക്ക് വരികയാണ്. വന്നിട്ട് അതിൽ നിന്നൊന്ന് എടുക്കും കേട്ടോ. അത് എടുക്കുമ്പോൾ അമ്മയ്ക്ക് എന്നോട് സ്നേഹമുണ്ട് ഇല്ലേ, പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കണം, നിന്നോട് സ്നേഹമോ, നീയേ എൻ്റെ ഭർത്താവിൻ്റെ ഇല്ലാതാക്കിയവൻ്റെ മോളാണ്, നീ ഒരു കൊലയാളിയാണ്, നിന്നെ കാണുന്നത് എനിക്കിഷ്ടമല്ല പറയും. ഇത് നിനക്കല്ല ഉണ്ടാക്കിയിരിക്കുന്നത്, എൻ്റെ മോൾക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ കരുണയ്ക്ക് ആകെ ഭയങ്കര സങ്കടം വരികയാണ് കേട്ടോ. പിന്നീട് പറയും, എൻ്റെ കണ്ണനാണ് എൻ്റെ മോന്, അതേപോലെ തന്നെ എൻ്റെ മരുമോള് മഹാലക്ഷ്മിയാണ്, അവളെ ഭാഗ്യം ചെയ്തവളാണ്, അതാണ് അവൾ മഹാലക്ഷ്മിയായിട്ട് അവൾ രാജാവിനെ റാണിയെ പോലെ ജീവിക്കുന്നത്, നീയെ അവളുടെ വേലക്കാരിയായിട്ട് ജീവിക്കുള്ളൂ, നീ ദുഷ്ടത്തെയാണ്, നീ അതിനെ അനുഭവിക്കും എന്ന് പറയണം കേട്ടോ. നീ ഒരിക്കലും ഗതി പിടിക്കില്ല എന്നെല്ലാം പറഞ്ഞിട്ട് കരുണ എങ്ങനെ നന്നായി ശകാരിക്കുകയാണ് കേട്ടോ ദുർഗ. അത് കാണുമ്പോൾ തന്നെ കരുണയ്ക്ക് ഭയങ്കര സങ്കടവും കരച്ചിലൊക്കെ വരുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യാനാണ് അമ്മേ, ഞാൻ ചെറുതല്ലേ പറയണം, നീ ചെറുതാണേ, എന്തെന്നെ ആയാലും ശരി, ഉണ്ണി അവൻ്റെ അമ്മാവനെ പോലുള്ള സ്വഭാവമാണ്, അതുകൊണ്ടാണ് നിന്നെ അവൻ കൊണ്ടുവന്നത്, നിന്നെ അവൻ ഇവിടെ കൊണ്ടുവന്ന കാരണം എനിക്ക് നിന്നെ ഒരിക്കലും സ്നേഹിക്കാൻ കഴിയില്ല ഇനി എന്ന് പറയണ കേട്ടോ. ഇനി അഥവാ നിന്നെ വാടക വീട്ടിൽ കൊണ്ടുപോയാലും എനിക്ക് ഇങ്ങനെ ഒരു മരുമോളില്ല എന്ന് തീർത്ത് പറയണ കേട്ടോ. പിന്നെ എൻ്റെ മഞ്ജു, അതൊരൊറ്റ മോളാണ് എൻ്റെ, അവളും നിന്നെപ്പോലെ ഒരു കുഞ്ഞിനെ ഗർഭമായിട്ട് ഇരിക്കുകയാണ്, അവളെ എനിക്ക് സ്നേഹിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ നിന്നെ ഒരിക്കലും എനിക്ക് സ്നേഹിക്കാൻ പറ്റില്ല എന്നിങ്ങനെ പറയണ കേട്ടോ. അതുകൊണ്ട് നീ എൻ്റെ അടുത്ത് ഒന്നിനും നിൽക്കരുതാ, എനിക്ക് മഹാലക്ഷ്മിയും അതുപോലെ തന്നെ കണ്ണനും ഞങ്ങൾക്ക് സന്തോഷമായിട്ട് പഴയ പോലെ തന്നെ ജീവിക്കണം, നീ ഒരു കൊലയാളിയുടെ മോളാണ്, അതെനിക്ക് ഒരിക്കലും നിന്നെ മറക്കാൻ പറ്റില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം കരുണയ്ക്ക് ആകെ ദേഷ്യം വന്നിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ള മനോഭാവത്തോട് കൂടിയിട്ട് കരുണ നിൽക്കുകയാണ് കേട്ടോ. പിന്നീട് ദുർഗ ഇതുപോലെ പലഹാരങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ് കേട്ടോ. മഞ്ജുവിനെ കാണാൻ പോകുമ്പോൾ മഞ്ജു പറയും, ഇതൊന്നും എനിക്ക് വേണ്ട എന്നിങ്ങനെ പറയണം കേട്ടോ. ദുർഗയെ ആട്ടി ഇറക്കണ പോലെ ചെയ്യണം കേട്ടോ. അതേസമയം ദുർഗ കരഞ്ഞ് പറയുന്നുണ്ട്, മോളെ ഇത് നീ വാങ്ങ്, ഇത് നിനക്ക് വേണ്ടി മാത്രം ഞാൻ ഉണ്ടാക്കിയതാണ് എന്ന് പറയണം കേട്ടോ. പിന്നീട് അതേപോലെ ആശുപത്രിയിലേക്കും ദുർഗ പോകുന്നുണ്ട് കേട്ടോ. കുഞ്ഞുടുപ്പൊക്കെ ആയിട്ട് ലേഖയൊക്കെ അവിടെ ഉണ്ടാവും. കരഞ്ഞ് പറയണം, ഞാൻ എൻ്റെ മോനെ വേണ്ടി കുഞ്ഞിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ് ഈ ഉടുപ്പുകൾ, ഇത് എന്തായാലും വാങ്ങിക്കണം എന്നിങ്ങനെ ദുർഗ കരഞ്ഞ് പറയണം കേട്ടോ. ആകെ മൊത്തം നമ്മുടെ ദുർഗ മാറിയിട്ടുണ്ട്, അതാണ് അതിൻ്റെ സത്യം. പക്ഷേ അത് സത്യമാണോ തെറ്റാണോ എന്നുള്ളത് അറിയില്ല. കരുണ ഇനിയും ദുർഗൻ്റെ പേരിൽ ഓരോ കൊടും ചതി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നിൽക്കുന്നത് കേട്ടോ. ഈ ചാനലൊന്ന് ഹൈപ്പ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.